ഹായ്. ഗുഡ് മോർണിംഗും അല്ല, ഗുഡ് ഈവനിങ്ങും അല്ല, ഗുഡ് നൈറ്റും അല്ല, മിഡ് നൈറ്റാണ് ഇപ്പോൾ നാട്ടിൽ. ഓക്കെ. അപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റാണ് പ്രീ മാർക്കറ്റിൻ്റെ എല്ലാവർക്കും സ്വാഗതം. ലേറ്റായി, എനിക്കറിയാം. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ലേറ്റ് ആവുന്നു, കാരണം ഡ്യൂട്ടിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം ഇതുപോലെ ലേറ്റ് ആയിരിക്കും വീഡിയോ. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഉണർന്നെഴുതേക്കുമ്പം വീഡിയോ റെഡി ആയിരിക്കും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. അപ്പം നമുക്കിന്ന് മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിലേക്ക് വന്നാൽ എന്താ സംഭവിച്ചേ? മാർക്കറ്റ് ഞാൻ പറഞ്ഞു, ഇന്നലത്തെ വീക്കിലി അനാലിസിസ് കണ്ടവർക്ക് അറിയാം. ഞാൻ പറഞ്ഞു, അടുത്ത ഈ വീക്കിലുള്ളത് നിർണായക ദിനങ്ങളാണ്, വെരി നിർണായക ദിനങ്ങളാണ്. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് ഒരു ദിശാബോധം ഇല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ന്യൂസുകളായിരിക്കും ഈ ആഴ്ച മുഴുവൻ മാർക്കറ്റിനെ നയിക്കുന്നത്. നിർണായക ദിനങ്ങളായിരിക്കും. ഓക്കെ, ന്യൂസുകളാണ് മാർക്കറ്റിനെ നയിക്കുക. ഇന്ന് നോക്കിക്കേ, രാവിലെ മാർക്കറ്റ് റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് പുറത്തായിരിക്കണം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു നല്ല ഫോള്, ഏകദേശം 150 പോയിൻറ്റിൻ്റെ ഒരു ഫോള് മാർക്കറ്റ് തന്നു. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തന്നെ 150 മിനിറ്റ് ഫോള്, പിന്നെ സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ പതുക്കെ മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ തുടങ്ങി, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? 1-2 കാര്യങ്ങൾ എനിക്കതിനകത്ത് പറയാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നെല്ലാവരും റിജക്ഷൻ ക്യാൻഡിലിൽ പുറകെയായിരുന്നു. നോക്കുന്നവരെല്ലാം റിജക്ഷൻ ക്യാൻഡിൽ. അപ്പോൾ എനിക്കിന്ന് മെസ്സേജുകൾ, ധാരാളം മെസ്സേജുകൾ വന്നു. സാറ് ഇല്ല, മഞ്ഞപ്പിത്തം ബാധിച്ചവരെല്ലാം നോക്കുന്നതെല്ലാം മഞ്ഞയായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ, ഈ ഇന്നലെ റിജക്ഷൻ ക്യാൻഡിൽ വീഡിയോ ചെയ്തുകൊണ്ട് നോക്കുന്നവരെല്ലാം റിജക്ഷൻ ക്യാൻഡിൽ, കാണുന്നതെല്ലാം റിജക്ഷൻ ക്യാൻഡിൽ. ദയവ് ചെയ്ത് അങ്ങനെ കാണുന്നതെല്ലാം റിജക്ഷൻ ക്യാൻഡിലെന്ന് പറഞ്ഞ് ചാടി കയറി വിക്ക് കണ്ട ഉടനെ പോയി ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, ഏത് സംഭവമായാലും, ഏത് പ്രൈസ് ആക്ഷൻ ആയാലും, ഏത് സ്ട്രാറ്റജി ആയാലും, ഏത് ഐഡിയ ആണെങ്കിലും അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70%. നിങ്ങൾ മറന്നു പോകരുത്. എത്ര ആക്യുറസി ഉള്ള ട്രേഡാണെന്ന് പറഞ്ഞാലും അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി 70%. 30% എപ്പോഴും ഓക്കെ അതിനൊരു ഫെയിലിയർ ചാൻസ് ഉണ്ട്. നിങ്ങളത് മറന്നു പോകല്ല. ഓക്കെ, ഒരു ഫെയിലിയർ ചാൻസ് എപ്പോഴും 30% ഉണ്ട്. ഈ 30% ഫെയിലിയർ ചാൻസിനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വേണം അതിനെ മാനേജ് ചെയ്യാൻ. ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അല്ലാതെ ഒരിടത്തും 100% വിന്നിങ് പ്രോബബിലിറ്റി ഇല്ല. നോ. ഓക്കെ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഓക്കെ, നിങ്ങൾ ആ കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം നമ്മളെപ്പോഴും ചിന്തിക്കുക, ഒരു റിജക്ഷൻ ക്യാൻഡിലിൽ ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കുക. റിജക്ഷൻ ക്യാൻഡിലിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോ നോക്കണം, മാർക്കറ്റ് എവിടെ നിൽക്കുന്നു നോക്കണം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ. അല്ല കാണുന്നിടത്തെല്ലാം വിക്ക്, കാണുന്നിടത്തെല്ലാം റിജക്ഷനാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി ചാടിക്കയറി ട്രേഡ് എടുക്കല്ലേ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കേ, ഇവിടെ മാർക്കറ്റ് വീണു 150 പോയിൻറ്റോളം ഒറ്റ ക്യാൻഡിൽ വീണു. അതിനുശേഷം വീണ്ടും ഒരു 50 പോയിൻറ്റ് വീണു. ഏകദേശം 200 പോയിൻറ്റോളം ഫോള് മാർക്കറ്റ് തന്നു, അല്ലേ? അപ്പോൾ 200 പോയിൻറ്റോളം ഫോള് മാർക്കറ്റ് തന്നപ്പോൾ പിന്നെന്താണ്, പിന്നെ താഴോട്ട് വീഴാനുള്ള സാധ്യതകൾ കുറവാണ്. സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിൽ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 150 മുതൽ 200 പോയിൻറ്റ് വരെയാണ് നിഫ്റ്റിയുടെ സാധാരണഗതിയിലുള്ള മൂവ്മെൻറ്റ്. വളരെ റെയറായിട്ട് മാത്രമേ 200 പോയിൻറ്റ് ടു 300 പോയിൻറ്റ് സഞ്ചരിക്കാറുള്ളൂ, വളരെ റെയറായിട്ട്. ഓക്കെ, അതിലും റെയറായിട്ടാണ് 300 പോയിൻറ്റിന് മേലോട്ട് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം 200 പോയിൻറ്റ് വീണു. അപ്പോൾ ഇതിന് താഴോട്ടുള്ള പോക്ക് ലിമിറ്റഡ് ആണ്, ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ അതുപോലെ വല്ല ന്യൂസുകളോ പ്രശ്നങ്ങളോ വല്ല ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് മുകളോട്ട് കിട്ടുന്നൊരു റിജക്ഷൻ, താഴേന്ന് മുകളിലോട്ട് കയറാനുള്ള റിജക്ഷൻ കിട്ടുമ്പോൾ ആ ക്യാൻഡിൽ കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരിടത്ത് ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ചാൻസ് ഒന്നുമില്ല. ഈ റെഡ് ക്യാൻഡിൽ വന്ന് ഇതൊന്നും റിജക്ഷൻ ക്യാൻഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് റിജക്ഷൻ ക്യാൻഡിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് പോയി, പിന്നെ താഴെ വന്നു, പിന്നെ ഇവിടെ ഒരു ഗ്രീൻ റിജക്ഷൻ കിട്ടി, ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ മേലോട്ട് പോയി. അപ്പോൾ പിന്നെ മാർക്കറ്റ് ചാനലിൽ കൂടെ മേലോട്ട് പോയി, ഇല്ലേ? അപ്പോൾ ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ അങ്ങനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായി ഇവിടെ നോക്കിക്കേ, ഈ ഒരു ക്യാൻഡിൽ റിജക്ഷനാണ്, ഇല്ലേ? ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലാണ്. ഇതിനകത്തിൽ ഒരു ട്രേഡ് എടുത്തവർക്ക് ഒരു 50 പോയിൻറ്റ് കിട്ടി, ഇവിടുന്ന് ഇവിടം വരെ ഒരു 50 പോയിൻറ്റ്, 40 പോയിൻറ്റ്, 50 പോയിൻറ്റ് കിട്ടി.
ഇത് കിട്ടിയത് കാണും. പിന്നെ അപ്പോൾ ഈ ഒരു ചാനൽ ഓൾറെഡി ഒരു ചാനൽ ഓൾറെഡി ഫോം ചെയ്തു ഇല്ലേ. പിന്നെ മാർക്കറ്റ് ആ ചാനൽ അതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അല്ലേ, കുറേ നേരം വൈകുന്നേരം വരെ മാർക്കറ്റ് ആ ചാനലിൽ കൂടെ. അത് പിന്നെ അവസാനമാണ് ചാനൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കുന്നവർ നമ്മൾ എപ്പോഴും മാർക്കറ്റ് സിനാരിയോ നോക്കുക, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കുക, മാർക്കറ്റ് എവിടെ നിൽക്കുന്നു നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ട്രെൻഡ് അല്ല ഒരു റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കുക. അല്ല ചാടി കയറി ട്രേഡ് എടുക്കാൻ പാടില്ല, പോട്ടെ. അപ്പം അത് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് അവസാന നിമിഷം ചെറിയൊരു ഫോള് തന്നു. ആ ഫോളിന് ശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കൂടെ വളരെ കൃത്യമായിട്ട് കാണിക്കാം. എന്താണ് നിങ്ങൾ നോക്കിക്കോ. ഇന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യേ, ഒരു സാധനം നിങ്ങളെ കാണിക്കാം, ഒരു സംഭവം എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ, നമുക്ക് രണ്ട് ഇതാക്കാം. അതിന് ശേഷം US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ എടുക്കാം. ഇത് ഡൗ ജോൺസ് ഫ്യൂച്ചറാണ് ഈ കാണുന്നത്. ഇത് ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്നത് നമ്മുടെ നിഫ്റ്റിയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ അന്നേരം ഇപ്പോൾ നോട്ടീസ് ചെയ്താൽ ഇത് ഇവിടെ നമ്മളെല്ലാവരും ചതിച്ചുകൊണ്ട് ഇതാണ് ഈ ഒരു ക്യാൻഡിൽ വലിയൊരു ക്യാൻഡിലുണ്ട്. ഏകദേശം 677, 710, ഏകദേശം ഒരു 50 പോയിൻറ്റ്, 40 to 50 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ് ഈ കാണുന്ന ഈ ക്യാൻഡിൽ. ഇത് ഏത് സമയത്താണ് വീണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 12:30 ആയപ്പോഴാണ് നമ്മൾ കറക്റ്റ് നോക്കാം. എത്ര മണിക്കാണ് ഇത് വീണത്? ഏകദേശം 12:30 ഈ ക്യാൻഡിൽ വീണേക്കുന്നത്, 12:30. ഓക്കെ, നിങ്ങൾ നോക്കിക്കോണം, 12:30. അതേസമയം അമേരിക്കൻ ഫ്യൂച്ചറിൽ ഡൗ ജോൺസിൻ്റെ ഫ്യൂച്ചറിനകത്തിലും ഈ സാധനം ഇതുപോലെ തന്നെ ഒരെണ്ണം ഫോം ആയിട്ടുണ്ട്. അവിടെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. 12:30 വന്ന ക്യാൻഡിലാണിത്. ഇതേ സെയിം ക്യാൻഡിലാണ് ഇവിടെ വീണിക്കുന്നത്. അതിനുശേഷം 5, 10, 15, 20 മിനിറ്റിന് ശേഷം ഒരു റെഡ് ക്യാൻഡിൽ അതുപോലെ തന്നെ ഫോമായി. 5, 10, 15, 20 ശേഷം ഇതാ നോക്കുക, ഈ ക്യാൻഡിൽ. ഈ രണ്ടും സെയിം ക്യാൻഡിലുകളാണ്. മനസ്സിലായി? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ ഗ്ലോബലിനെ അനുസരിച്ചാണ് ഗ്ലോബലിൻ്റെ സെൻറ്റിമെൻറ്റ്സിനനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ നടക്കുന്ന വകഭേദങ്ങൾ അല്ലെങ്കിൽ ഗതിവിഗതികൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. നേരത്തെയാണ് ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ മാർക്കറ്റ് ഡീകപ്പിൾഡ് ആയിരുന്നു ഇല്ലേ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഗ്ലോബലി എന്ത് സെൻറ്റിമെൻറ്റ്സ് ആണോ അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിലും അതിനുള്ള ചലനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അപ്പം ഗ്ലോബലി അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിനെ മൂവ് ചെയ്യത്തക്ക യാതൊരുവിധ സംഗതികളും നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം ഗ്ലോബലുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മനസ്സിലായി? ഗ്ലോബലി എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് അവിടെ എന്ത് സംഭവമാണ് ഉണ്ടാകുന്നതെന്നുള്ളത് ആൾക്കാരെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇറാനും അമേരിക്കയായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം, പിന്നെ FOMC മീറ്റിംഗ് ഉണ്ട് ഈ ആഴ്ച. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഗ്ലോബലി ആയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് വീഴുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ഡൗ ജോൺസ്, അപ്പോൾ അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. ഞാൻ കണ്ടൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഡൗ ജോൺസ് നിലവിൽ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. വെരി ഫ്ലാറ്റാണ്. ഇത് നമുക്ക് ഇവിടെ വെരി ഫ്ലാറ്റായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെ നോക്കുക. അതേസമയം നമ്മുടെ നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റ് അപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ക്ലോസിങ്ങിന് ശേഷം 100 പോയിൻറ്റ് അപ്പിലാണ് ഓടിക്കുന്നത്. അപ്പോൾ നാളെ ഇനി മാർക്കറ്റ് തുറക്കുമ്പം എന്ത് സംഭവിക്കും എന്ന് അറിയത്തില്ല. അപ്പം നാളെ നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാർക്കറ്റിലില്ല. അപ്പോൾ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിതിനെപ്പറ്റി ഇന്ന് ഞാൻ കണ്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും നോക്കാം. സപ്പോർട്ട് റെസിസ്റ്റൻസുകളും ഒക്കെ നോക്കിയാൽ തന്നെയും ഈ ന്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ട്രെൻഡ് ലൈനിൻ്റെ ആവശ്യമില്ല. ട്രെൻഡ് ലൈനിൻ്റെ കോൾ കഴിഞ്ഞു. ഓക്കെ, ട്രെൻഡ് ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഇവിടെ നോക്കാനുള്ളത് ഈ ഒരു സംഭവം വേണം.
ഓക്കെ, 24,710 അതൊന്നും കളയാൻ പറ്റത്തില്ല. 24,710 ഒരു ഇമ്പോർട്ടൻ്റ് സംഭവങ്ങളാണ്. അത് 24,677 ഇവനെ വേണം നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഇവനെ കളയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളയാൻ തോന്നുന്നില്ല. ഓക്കെ, അത് വേണ്ട, പോട്ടെ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് 24,690 ആണ് ക്ലോസ് ചെയ്തെങ്കിൽ 716 മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്, ഈ ലൈനിൽ. ഓക്കെ, ഈ ലൈൻ നമ്മുടെ 716 റേഞ്ചിലാണ്, ഈ ലൈനിനടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, ആക്ച്വൽ ക്ലോസിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇത് ബ്രേക്ക് ചെയ്യണം എങ്ങോട്ടെങ്കിലും, ഈ 753 അല്ലെങ്കിൽ 667. ഓക്കെ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ മൂവ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിലൂടെ സാധനം ഇട്ടിരുന്നോട്ടെ, ഈ 710 ഇവിടെ തന്നെ കിടന്നോട്ടെ, അതിന് മാറ്റമൊന്നും വരുത്തണ്ട. ഈ 753 667 ഇത് രണ്ടിലേതെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് മേലോട്ട് ഇത്രയും കിടന്നോട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം വേറെ ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു ഇടത്താവളം വേണമെങ്കിൽ വരയ്ക്കാം. ഈ ഇടത്താവളം അതുവരെ കടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് ഈ 667 അല്ലെങ്കിൽ 753 ഏത് രണ്ടെല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ മൂവോ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നാളത്തെ സെൻറ്റിമെൻറ്റ്സ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. ഓക്കെ, ഏത് നിമിഷം റഷ്യ കയറി അടിക്കും, അതുപോലുള്ള പണിയാണ് അവർക്ക് കിട്ടിക്കുന്നത്. അതുകൊണ്ട് ഗ്ലോബലി നിങ്ങൾ ന്യൂസുകൾ ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഇതാ നോക്കിക്കേ, നമ്മുടെ ലെവലുകളെല്ലാം വളരെ കൃത്യമായിട്ട്. ബാങ്ക് നിഫ്റ്റിയിൽ റിജക്ഷൻ ക്യാൻഡിലുണ്ട്. നോക്കിക്കേ, നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫില്ലായ രീതിയിലുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ. ഇതാണ് റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വെരി എക്സാമ്പിൾ എന്ന് പറയുന്ന ഈ സാധനമാണ്. എന്നാൽ നോക്കിക്കേ, മാർക്കറ്റ് ഏകദേശം എത്ര പോയിൻ്റ് വീണു? മാർക്കറ്റ് ഏകദേശം 785, 465, 400, ഒരു 300 പോയിൻറ്റോളം മാർക്കറ്റ് വീണു ഇല്ലേ? 300 പോയിൻ്റ് വീണു. അതിനുശേഷം നല്ല ഇതിനാണ് റിജക്ഷൻ ക്യാൻഡിൽ. ഇതൊക്കെ വെരി വെരി എക്സാമ്പിളാണ് ഈ സാധനം. ഓക്കെ, ഇതാ നോക്കിക്ക്, താഴെ വന്നു, താഴെ പോയെങ്കിലും അവയൊന്ന് ബയോസ് ആക്റ്റീവായിട്ട് നല്ല സൂപ്പറായിട്ടൊരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ ട്രേഡ് എടുത്തവർക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ ഈ 300 പോയിൻ്റ് ഇങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സുന്ദരമായിട്ട്. വെരി എക്സാമ്പിളാണ് ബാങ്ക് നിഫ്റ്റിയിലെ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വെരി എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ സിനാരിയോ നിങ്ങൾ നോക്കിയിരിക്കുക. ഇത് വളരെ വെരി ക്ലിയർ ആണ്, മനസ്സിലായി പറഞ്ഞത്. അപ്പം വേറെ കുറച്ചൊന്നും പറയാനില്ല. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് പോയി നമ്മുടെ ലെവലിൽ റെസ്പെക്റ്റ് ചെയ്തു, ഒന്ന് ബ്രേക്ക് ഔട്ട് നടന്നില്ല. പക്ഷേ അവസാനം നമ്മുടെ ലൈനിൽ തന്നെ ക്ലോസ് ചെയ്തു. ഓക്കെ, 903 ഏകദേശം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ ലെവല് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക ചുമ്മാ. ഓക്കെ, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അടുത്ത് നമ്മുടെ 56,116 പിന്നെ ഒരു അപ്പ് ട്രെൻഡ് കാണണമെങ്കിൽ 56,116 കട്ട് ചെയ്ത് പോയെങ്കിൽ നമുക്കൊരു അപ്പ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് 822 ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യണം താഴെ, എന്നെങ്കിലും നമുക്ക് താഴോട്ടുള്ള ഫോൾ പറയാൻ പറ്റില്ല. കൺഫർമേഷൻ 694 ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയാൻ. ഓക്കെ, അടുത്ത മിഡ് ക്യാപ്പിനകത്തിൽ ഈ പറയുന്ന പോലെ തന്നെ മിഡ് ക്യാപ്പിനകത്തിലും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 12,789 ബ്രേക്ക് ചെയ്യണം മുകളോട്ട്, അല്ലെ 739 താഴോട്ട് ബ്രേക്ക് ചെയ്യണം, എന്നെങ്കിലേ ഉള്ളൂ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടെങ്കിലും ഫർദർ മൂവ് കിട്ടണമെന്നെങ്കിൽ 12,789 പൊട്ടണം, അല്ലെങ്കിൽ 739 പൊട്ടണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. ഗ്ലോബലി നിങ്ങൾ ന്യൂസുകൾ ശ്രദ്ധിക്കുക, ഗ്ലോബലി വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് US ഫ്യൂച്ചറോടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെയല്ല ഇന്നായി ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പോള് കണ്ടു, നല്ല രീതിയിലുള്ള പ്രോഫിറ്റുകൾ ആൾക്കാർ ബുക്ക് ചെയ്തു. ഇതെന്നും കാണണം, എന്നും ഇതുപോലത്തെ കാത്തിരുന്ന ഒരാൾ 2 മെസ്സേജ് അയച്ചു,
സാർ വളരെ നാളുകൾക്ക് ശേഷം ഞാൻ കാത്തിരുന്ന് ട്രെയിൽ എടുത്ത ശേഷം അത് ട്രെയിൽ ചെയ്ത് ഞാൻ 60% പ്രോഫിറ്റ് ഉണ്ടാക്കി. വെരി ഗുഡ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ കാത്തിരുന്ന് ട്രേഡ് എടുക്കുമ്പോൾ ആഴ്ച 1-2 ട്രേഡ് എടുത്താൽ മതി. എടുത്തു കഴിയുമ്പോൾ ആ ഒരാഴ്ചത്തേക്കുള്ളത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ പഠിക്കുക. കാത്തിരുന്ന് പതുങ്ങി ഇരുന്ന് ചാടി വീണ് നമ്മൾ കൈക്കലാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കുക. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നാളെ പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.